2023 നവംബർ 1 ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും 24 വയസ്സുള്ള മനീഷ ചൗഹാൻ എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു. നോയിഡയിലെ സെക്ടർ 57-ലുള്ള ഒരു IT കമ്പനിയിലെ എംപ്ലോയി ആയിരുന്ന മനീഷ ജോലി കഴിഞ്ഞ് രാത്രി 8:45 അവളുടെ വീട്ടിലെത്തിയിരുന്നു. രാത്രി 10:35 മനീഷയുടെ ഫോണിൽ നിന്നും അവളുടെ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കുറച്ച് തിരക്കിലായിരുന്നതിനാൽ മനീഷയുടെ ഫ്രണ്ട് ആ കോൾ എടുത്തില്ല. കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോൾ മനീഷയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അടുത്ത ദിവസം മനീഷ ജോലിക്കെത്താതായതോടെ ഓഫീസിലെ ഫ്രണ്ട്സ് അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴും അവളുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഇതോടെ ഫ്രണ്ട്സിൽ ചിലർ മനീഷയുടെ വീട്ടിൽ നേരിട്ടെത്തി കാര്യങ്ങൾ തിരക്കി. മനീഷ രാവിലെ 8 മണിക്ക് തന്നെ ജോലിക്ക് പോയി എന്നാണ് അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞത്. അടുത്ത ദിവസവും മനീഷയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിക്കാതായതോടെ അവളുടെ ഫ്രണ്ട്സിന് ഭയമായി തുടങ്ങി. എന്നാൽ അവളുടെ വീട്ടുകാർക്ക് മാത്രം ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. മനീഷയെ കാണാതായി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുകൂടി അറിഞ്ഞതോടെ ഫ്രണ്ട്സിന് ചില പന്തികേടുകൾ തോന്നി തുടങ്ങുകയും അവർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. നവംബർ 4, അതായത് മനീഷ മിസ്സിംഗ് ആയി 3ാമത്തെ ദിവസം, ബാഗ്പട്ട് എന്ന സ്ഥലത്ത് നിന്നും പാതി കത്തിയ നിലയിൽ ഒരു ട്രോളി ബാഗ് ലഭിച്ചു. അതിനകത്തുണ്ടായിരുന്നത് മനീഷ ചൗഹാന്റെ ഡെഡ് ബോഡിയായിരുന്നു. മനീഷയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതിനു ശേഷം അവളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ മനീഷയുടെ ഫ്രണ്ട്സ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതാണ് കൊലയാളികളെ പിടികൂടാനും കൊലപാതകത്തിന്റെ മോട്ടീവ് പുറത്തു കൊണ്ടുവരാനും കാരണമായത്. നവംബർ 1 സ്വന്തം വീട്ടിൽ നിന്നും കാണാതായ മനീഷ ചൗഹാന് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള സദാർപൂർ എന്ന സ്ഥലത്താണ് ചൗഹാൻ ഫാമിലി താമസിച്ചിരുന്നത്. ഹർഷവർദ്ധൻ ചൗഹാനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്നതായിരുന്നു ഈ കുടുംബം. മൂത്ത മകൻ വിവേക് എന്നറിയപ്പെടുന്ന മനീഷ് ചൗഹാൻ, മകൾ മനീഷ ചൗഹാൻ. 4 പേരടങ്ങുന്ന ഈ കുടുംബം വളരെ സന്തോഷത്തോടെയാണ് സദാർപൂരിൽ താമസിച്ചു വന്നിരുന്നത്. ഹർഷവർദ്ധൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള ഒരു കുടുംബം. മനീഷയ്ക്ക് അച്ഛനോടായിരുന്നു കൂടുതൽ അടുപ്പമുണ്ടായിരുന്നതെങ്കിൽ വിവേകിന്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു. അമ്മയോടായിരുന്നു അവൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത്. വളരെ നോർമലായി പോയിരുന്ന ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് 2010 അവസാനത്തോടെയായിരുന്നു. ഹർഷവർദ്ധൻ ക്യാൻസർ ബാധിതനാണെന്ന് കണ്ടെത്തിയതോടെ ആ കുടുംബത്തിലെ സമാധാനം നഷ്ടമായി. വളരെ വൈകിയാണ് രോഗമുള്ള കാര്യം തിരിച്ചറിഞ്ഞത് എന്നുള്ളതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റുകളൊന്നും ഫലം കണ്ടില്ല. 2011 ഹർഷവർദ്ധൻ മരണത്തിന് കീഴടങ്ങി. ആ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അന്ന് 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മനീഷ ചൗഹാനെയാണ്. അച്ഛനെ അവൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അച്ഛന് തിരിച്ചും മകളോട് ആ സ്നേഹവും കരുതലുമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഹർഷവർദ്ധൻ തയ്യാറാക്കിയ വിൽപത്രം. ക്യാൻസർ ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ഹർഷവർദ്ധൻ ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു. മരണശേഷം സ്വത്തുക്കളിൽ തന്റെ 2 മക്കൾക്കും തുല്യാവകാശമുണ്ടാവുമെന്നാണ് ആ വിൽപത്രത്തിൽ പറയുന്നത്. ഇന്ത്യയിൽ പൊതുവെ ആൺമക്കൾക്കാണ് ഭൂരിഭാഗം സ്വത്തുക്കളും ലഭിക്കാറുള്ളത്. അത് തന്റെ കുടുംബത്തിൽ വേണ്ട എന്നും മക്കൾ 2 പേരും തനിക്ക് ഒരുപോലെയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. എന്നാൽ ആ തീരുമാനം തന്റെ മകളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല. അച്ഛന്റെ മരണശേഷം മനീഷ ആ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടു. അമ്മയ്ക്ക് പോലും മകളോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ധാരാളം അവഗണനകൾ അനുഭവിച്ചാണ് മനീഷ ആ വീട്ടിൽ ജീവിച്ചത്. ടീനേജ് പ്രായത്തിലേക്ക് കടന്നതോടെ വീട്ടിൽ നേരിടുന്ന ഈ അവഗണന മനീഷയെ മാനസികമായി തളർത്താൻ തുടങ്ങി. അവൾ എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിനോട് തുറന്നു പറയുന്നത് ശീലമാക്കി. പിന്നീട് ഫ്രണ്ട്സ് മാത്രമായിരുന്നു അവളുടെ ജീവിതത്തിൽ ഏകാശ്വാസം. നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തുക, ജീവിതത്തിൽ ഇൻഡിപെൻഡന്റ് ആവുക, അതുമാത്രമായിരുന്നു മനീഷയുടെ ഏക ലക്ഷ്യം. അതിനാൽ തന്നെ അവൾ സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും നല്ല മാർക്കോടുകൂടി പഠനമെല്ലാം പൂർത്തിയാക്കി നോയിഡയിൽ തന്നെയുള്ള ഒരു IT കമ്പനിയിൽ ജോലിക്ക് കയറി. അപ്പോഴും അച്ഛനെ അവൾ വല്ലാതെ മിസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കയ്യിൽ ടാറ്റു ചെയ്യുന്ന വീഡിയോയും അച്ഛനോടൊപ്പമുള്ള ചെറുപ്പത്തിലെ ഫോട്ടോസുമെല്ലാം മനീഷ അവളുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടെ ഓഫീസിലേക്ക് എത്തുന്ന മനീഷ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറി. ഓഫീസിൽ വലിയൊരു സുഹൃത്ത് വലയം തന്നെ അവൾക്കുണ്ടായിരുന്നു. അവരോടെല്ലാം മനീഷ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമായിരുന്നു. മനീഷയ്ക്ക് ജോലി കിട്ടിയതോടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായി. നിനക്കിപ്പോൾ ജോലിയായല്ലോ, ഇനി നീ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം വിവേകിന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് അമ്മ അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു.
അച്ഛൻ തനിക്കായി നൽകിയ സ്വത്ത് ഒരിക്കലും സഹോദരന് കൊടുക്കാൻ കഴിയില്ല എന്ന് മനീഷ ഉറപ്പിച്ചു പറഞ്ഞു. ആ സ്വത്തും കൂടിയില്ലെങ്കിൽ വീട്ടിൽ തനിക്കൊരു വിലയുമുണ്ടാവില്ല എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. മനീഷ സ്വത്തുക്കൾ തിരിച്ചു നൽകില്ല എന്ന് മനസ്സിലായതോടെ സഹോദരൻ വിവേകും അമ്മയും ചേർന്ന് അവളെ പലതും പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അവൾ അതെല്ലാം സഹിച്ചു. അവസാനം മനീഷയ്ക്ക് ലഭിച്ച സ്വത്തുക്കളിൽ പകുതിയെങ്കിലും നൽകണമെന്നായി അവരുടെ ആവശ്യം. അവൾ അതും നിരസിച്ചതോടെ ശാരീരിക പീഡനം തുടങ്ങി. വിവേക് പലതവണ മനീഷയെ മർദ്ദിച്ചിരുന്നു. ഇതെല്ലാം മനീഷ അവളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്തിരുന്നു. ഒന്നുകിൽ ആ വീട്ടിൽ നിന്നും മാറി താമസിക്കുക, അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകണമെന്നെല്ലാം പറഞ്ഞ് ഫ്രണ്ട്സ് അവളെ ഉപദേശിച്ചെങ്കിലും സഹോദരന്റെ വിവാഹം അടുത്തിരിക്കുന്ന സമയമായിരുന്നതിനാൽ നിയമ നടപടികൾക്ക് പോവാനൊന്നും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, വിവാഹശേഷം നല്ലൊരു ഭാര്യയാണ് സഹോദരന് ലഭിക്കുന്നതെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയും മനീഷയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ നോയിഡയിൽ തന്നെയുള്ള ശിഖ എന്ന പെൺകുട്ടിയുമായി വിവേകിന്റെ മാരേജ് കഴിഞ്ഞു. തുടക്കത്തിലെല്ലാം ശിഖ വളരെ നല്ല രീതിയിലാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത്. പ്രത്യേകിച്ച് മനീഷയുമായി അവൾ പെട്ടെന്നടുക്കുകയും ഇരുവരും നല്ല സുഹൃത്തുക്കളാവുകയും ചെയ്തു. എന്നാൽ ഈ അടുപ്പമൊന്നും അധികകാലം നീണ്ടുനിന്നില്ല. ശിഖയ്ക്ക് വിവാഹത്തിന് ശേഷവും മറ്റൊരു പുരുഷനുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനീഷ കണ്ടെത്തിയതോടെയാണ് അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീണത്. ഒരു ദിവസം ശിഖയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് പവൻ എന്നൊരു വ്യക്തിയാണെന്ന് മനീഷ കണ്ടെത്തുകയും അവളത് ശിഖയോട് വളരെ പേഴ്സണലായി സംസാരിക്കുകയും ചെയ്തു. നീ ചെയ്യുന്നത് നല്ല കാര്യമല്ല എന്നും ഇനിയും ഈ ബന്ധം തുടർന്നു കൊണ്ടുപോവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തനിക്ക് ഈ കാര്യം വിവേകിനെ അറിയിക്കേണ്ടി വരുമെന്നും മനീഷ വാൺ ചെയ്തതോടെയാണ് പ്രശ്നം വഷളായത്. പവനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ശിഖ തയ്യാറായിരുന്നില്ല, അതുപോലെ തന്നെ വിവേകിനെയും. കാരണം വിവേകിന്റെ കയ്യിൽ തന്നെ 2 കോടിയോളം വിലമതിക്കുന്ന സ്വത്തുക്കളാണുള്ളത്. ഇതേ മതിപ്പുള്ള സ്വത്തുക്കളാണ് മനീഷയുടെ കയ്യിലുള്ളത്. അത് കൈക്കലാക്കാനാണ് വിവേക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വല്ലതും നടക്കുകയാണെങ്കിൽ മൊത്തം 4 കോടിയുടെ ആസ്തിയാണ് അവർക്ക് ലഭിക്കുന്നത്. അത് വേണ്ട വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ശിഖയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇതോടെ വിവേകിനോടൊപ്പം ചേർന്ന് ശിഖയും മനീഷയെ ഉപദ്രവിക്കാൻ തുടങ്ങി. മനീഷയ്ക്ക് നിരവധി പുരുഷന്മാരോടൊപ്പം ബന്ധമുണ്ട് എന്ന് അവൾ പറഞ്ഞു പരത്തി. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന മനീഷയ്ക്ക് ഭക്ഷണം പോലും അവൾ മാറ്റിവെച്ചിരുന്നില്ല. ഇതെല്ലാം സഹിച്ച് മനീഷ എന്തിനാണ് ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിന്നത് എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. അങ്ങനെയിരിക്കെ വിവേകും അമ്മയും വീട്ടിലില്ലാത്ത ഒരു ദിവസം മനീഷ ഓഫീസിൽ നിന്നും നേരത്തെ വീട്ടിലെത്തി. ഈ സമയം ശിഖയുടെ റൂമിനകത്ത് നിന്നും മറ്റൊരാളുടെ ശബ്ദം കേൾക്കുന്നത് മനീഷ ശ്രദ്ധിച്ചു. അവൾ ആ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ പവനായിരുന്നു ആ റൂമിനകത്ത്. വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി ശിഖ പവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്ന് മനസ്സിലായതോടെ മനീഷ അവരൊരുമിച്ച് റൂമിലിരിക്കുന്ന വീഡിയോ ഫോണിൽ റെക്കോർഡ് ചെയ്തു. അതിനെ ചൊല്ലി അവർക്കിടയിൽ ഒത്തിരി വഴക്കുണ്ടായെങ്കിലും മനീഷ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അന്ന് വൈകുന്നേരത്തോടെ വിവേക് വീട്ടിൽ തിരിച്ചെത്തിയതും മനീഷ ആ വീഡിയോ സഹോദരന് കാണിച്ചു കൊടുത്തു. എന്നാൽ പവൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നും ഈ വഴി വന്നപ്പോൾ വീട്ടിൽ കയറിയതാണെന്നും മനീഷ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി മനഃപൂർവ്വം വീഡിയോ റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നുമാണ് ശിഖ പറഞ്ഞത്. എങ്ങനെയെങ്കിലും സഹോദരിയുടെ സ്വത്ത് കൈക്കലാക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു നടന്നിരുന്ന ആ മണ്ടൻ അത് വിശ്വസിക്കുകയും മനീഷയെ കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്തത്. ആ സംഭവത്തിനു ശേഷം വിവേക് പവനുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് വിചിത്രമായ മറ്റൊരു കാര്യം. എന്നാൽ ശിഖയ്ക്ക് മനീഷയോടുള്ള ദേഷ്യം കടുത്ത പകയായി മാറി. ഈ പക അവൾ ഭർത്താവിന്റെയും കാമുകന്റെയും മനസ്സിൽ ഒരുപോലെ കുത്തിവെക്കാൻ തുടങ്ങി. മനീഷ ജീവനോടെയുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അവളുടെ സ്വത്ത് കൈക്കലാക്കാൻ കഴിയില്ല എന്ന് വിവേകിനോട് പറഞ്ഞപ്പോൾ നമുക്കിടയിൽ തടസ്സമായി നിൽക്കുന്ന മനീഷയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നാണ് പവനോട് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നവംബർ 1 മനീഷയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത്. അന്ന് രാത്രി 8 മണിയോടെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ മനീഷ 8:45 വീട്ടിലെത്തിയത്. 10:35 സുഹൃത്തിന്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മനീഷയുടെ സുഹൃത്ത് തിരിച്ചു വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. അതായത് അന്ന് രാത്രി 10:35 ശേഷമാണ് അവൾക്കെന്തോ സംഭവിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം മനീഷ ജോലിക്കെത്താതായതോടെ ഫ്രണ്ട്സ് അവളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയും വീട്ടുകാരുടെ പ്രവൃത്തികളിൽ പന്തികേട് തോന്നിയതിനെ തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു. ഈ പരാതിയെ തുടർന്ന് പോലീസ് മനീഷയുടെ വീട്ടിലെത്തി വിവേകിന്റെയും അമ്മയുടെയും മൊഴിയെടുത്തിരുന്നു. എന്നാൽ അവർ മനീഷയുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞതുപോലെയല്ല പോലീസുകാരോട് പറഞ്ഞത്. മനീഷയ്ക്ക് ഒരു കാമുകനുണ്ടെന്നും അവൾ അവനോടൊപ്പം ഒളിച്ചോടി പോയതായിരിക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. മകളെ കാണാതായതിൽ സ്വന്തം അമ്മയുടെ മുഖത്ത് ഒരു തരി വിഷമം പോലും ഇല്ലാത്തത് കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു.
മനീഷയെ കാണാതായി മൂന്നാമത്തെ ദിവസം, അതായത് നവംബർ 4-ന് സദാർപൂരിൽ നിന്നും 75 കിലോമീറ്റർ മാറി ബാഗ്പട്ട് എന്ന സ്ഥലത്ത് പാതി കത്തിയ നിലയിൽ ഒരു ട്രോളി ബാഗ് കിടക്കുന്നു എന്നും അതിനകത്ത് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഉണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് ക്രൈം സീനിലെത്തി നടത്തിയ പരിശോധനയിൽ അത് 3 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ മനീഷ ചൗഹാനാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. മനീഷയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതിനെ തുടർന്ന് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് മനീഷയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ മനീഷ സ്വന്തം വീട്ടിൽ നേരിട്ടിരുന്ന അവഗണനകൾ, അമ്മയും സഹോദരനും സ്വത്തിനു വേണ്ടി പീഡിപ്പിക്കുന്നത്, സഹോദരന്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നത് മനീഷ കണ്ടെത്തിയ കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നുണ്ട്. കൂടാതെ മനീഷയുടെ കൊലപാതകത്തിൽ അവളുടെ സഹോദരൻ വിവേകിനും സഹോദരന്റെ ഭാര്യ ശിഖയ്ക്കും പങ്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. ഈ വീഡിയോ വൈറലായതോടെ ഈ കേസ് ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ചർച്ചയായി. പ്രതികളെ ഉടൻ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസിനുമേൽ സമ്മർദ്ദങ്ങളുണ്ടായി. ഇതിനെ തുടർന്ന് വീണ്ടും മനീഷയുടെ വീട്ടിലെത്തിയ പോലീസ് വിവേകിനെയും ശിഖയെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും പറഞ്ഞ് പരമാവധി പിടിച്ചു നിൽക്കാൻ ഇരുവരും ശ്രമിച്ചെങ്കിലും പോലീസുകാരുടെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ അവർ മുട്ടുമടക്കുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. വിവേകിന്റെയും ശിഖയുടെയും കുറ്റസമ്മതമൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നവംബർ 1-ന് മനീഷ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം രാത്രി 10 മണിയോടടുത്തായി എല്ലാവരും ഒരുമിച്ചാണ് അന്ന് ഡിന്നർ കഴിച്ചത്. എന്നാൽ മനീഷയ്ക്ക് കൊടുത്ത ഭക്ഷണത്തിൽ മാത്രം ശിഖ സ്ലീപ്പിംഗ് പിൽസ് പൊടിച്ചു ചേർത്തിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് 10:35 മനീഷ അവളുടെ ഫ്രണ്ടിനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഈ സമയത്താണ് ആ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നത്. അത് മറ്റാരുമായിരുന്നില്ല, പവനായിരുന്നു. രാത്രി വിവേകും അമ്മയുമെല്ലാം വീട്ടിലുള്ളപ്പോൾ ഒരു പേടിയുമില്ലാതെ പവൻ ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ മനീഷയ്ക്ക് അപകടം മണത്തു. എന്നാൽ അതിനോടകം സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. മനീഷ പാതി മയക്കത്തിലായി. ഈ സമയം നോക്കി വിവേക് പ്രോപ്പർട്ടി പേപ്പേഴ്സുമായി മനീഷയുടെ അടുത്തെത്തുകയും സൈൻ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ പാതി മയക്കത്തിലാണെങ്കിലും മനീഷ സൈൻ ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇനി കാത്തുനിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതോടെ വിവേക് മനീഷയുടെ ഇരു കൈകളും പുറകിലേക്കാക്കി പിടിച്ചു. ശിഖ അവളുടെ കാലുകളും. പവൻ ഒരു ഷാളുമായി വന്ന് മനീഷയുടെ കഴുത്തിലിട്ട് മുറുക്കാൻ തുടങ്ങി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മനീഷയുടെ ശ്വാസം നിലച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മനീഷയുടെ അമ്മ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. കൊലപാതകം നടത്തിയ അടുത്ത നിമിഷം തന്നെ വിവേക് മനീഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം ഡെഡ് ബോഡി ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ട്രോളി ബാഗിനകത്തേക്ക് കയറ്റാൻ നോക്കി. മൃതദേഹം ആ ബാഗിൽ കയറുന്നില്ല എന്ന് കണ്ടതോടെ വിവേക് ഒരു ചുറ്റികയെടുത്തു കൊണ്ടുവരികയും അവർ 3 പേരും ചേർന്ന് മനീഷയുടെ എല്ലുകൾ ഓരോന്നായി തല്ലിയോടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഡെഡ് ബോഡി ആ ബാഗിനകത്തേക്ക് കയറ്റിയത്. ആ ട്രോളി ബാഗ് പവൻ കൊണ്ടുവന്ന കാറിൽ കയറ്റിയ വിവേകും ശിഖയും പവനോടൊപ്പം ബാഗ്പട്ടിലേക്ക് യാത്രയാരംഭിച്ചു. ബാഗ്പട്ടിലാണ് പവന്റെ വീടുള്ളത്. ഡെഡ് ബോഡി ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം തനിക്കറിയാമെന്ന് പവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിവേകും ശിഖയും അവനോടൊപ്പം പോയത്. ബാഗ്പട്ടിൽ ഗാർബേജ് വേസ്റ്റുകൾ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പവൻ കാണിച്ചു കൊടുത്തത്. മനീഷയുടെ ഡെഡ് ബോഡി അടങ്ങിയ ബാഗ് ആ വേസ്റ്റുകളോടൊപ്പം ഇട്ടതിനു ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടാണ് അവർ 3 പേരും അവിടെ നിന്നും തിരിച്ചു പോയത്. രാവിലെ ആവുമ്പോഴേക്കും വേസ്റ്റുകളോടൊപ്പം ആ ഡെഡ് ബോഡി പൂർണ്ണമായും കത്തി നശിക്കുമെന്നായിരുന്നു അവർ ചിന്തിച്ചത്. എന്നാൽ ആ ബാഗ് പകുതി കത്തിയതിനു ശേഷം തീ കെടുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ 5 മണിയോടെ മോർണിംഗ് വാക്കിനിറങ്ങിയ പ്രദേശവാസികളിൽ ഒരാൾ ഗാർബേജ് വേസ്റ്റുകൾക്കിടയിൽ നിന്നും പുക ഉയർന്നത് കണ്ടതിനെ തുടർന്ന് അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് പകുതി കത്തിയ നിലയിൽ ഒരു ബാഗും അതിനകത്ത് ഒരു ഡെഡ് ബോഡിയും കണ്ടത്. ഇതോടെ അദ്ദേഹം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് ക്രൈം സീനിലെത്തിയതിനു ശേഷമാണ് ഡെഡ് ബോഡി മനീഷയുടേതാണെന്ന് സ്ഥിരീകരിച്ചത്. അന്ന് തന്നെ പവനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രതികളെല്ലാവരും കുറ്റസമ്മതം നടത്തിയതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി. ഈ കേസിന്റെ വിചാരണ നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾക്ക് അർഹിച്ച ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാത്തിനും കൂട്ടുനിന്ന മനീഷയുടെ അമ്മയും ഈ കേസിൽ ശിക്ഷിക്കപ്പെടണമായിരുന്നു. എന്നാൽ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് കണ്ട് അവരെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. 2 കോടിയോളം വിലമതിക്കുന്ന സ്വത്തുക്കൾ ഉണ്ടായിട്ടും എല്ലാ പീഡനങ്ങളും സഹിച്ച് മനീഷ ആ വീട്ടിൽ തന്നെ നിന്നതാണ് ആദ്യത്തെ തെറ്റ്. ജോലി കിട്ടിയ ഉടനെ മാറി താമസിക്കണമായിരുന്നു. ഇനി എവിടെ പോയാലും അത്യാഗ്രഹിയായ സഹോദരൻ അവളെ ശല്യം ചെയ്യാൻ എത്തുമായിരിക്കാം. ആ സമയം പോലീസിൽ പരാതിപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നുവെങ്കിൽ മനീഷയുടെ ജീവൻ നഷ്ടമാവില്ലായിരുന്നു. സ്വത്തിനു വേണ്ടി തന്റെ വീട്ടുകാർ കൊലപാതകം വരെ നടത്താൻ തയ്യാറാവുമെന്ന് ആ പാവം പെൺകുട്ടി ചിന്തിച്ചിട്ടുണ്ടാവില്ല.
എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.